മെറ്റ, ടെലഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ കമ്പനികളെ വെല്ലുവിളിച്ച് പുതിയ മെസ്സേജിംഗ് ആപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് ട്വിറ്ററിന്റെ സഹസ്ഥാപകനും മുൻ മേധാവിയുമായ ജാക്ക് ഡോർസി. ബിറ്റ്ചാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മെസ്സേജിംഗ് ആപ്പിന്റെ പ്രവർത്തനം മുൻനിര മെസ്സേജിംഗ് ആപ്പുകളായ വാട്സാപ്പ്, ടെലഗ്രാം പോലുള്ളയിൽ നിന്ന് വ്യത്യസ്തമാണ്. സന്ദേശങ്ങൾ അയക്കാനോ സ്വീകരിക്കാനോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആവശ്യമില്ല എന്നതാണ് പ്രധാന സവിശേഷത. വാട്സാപ്പ്, ടെലഗ്രാം പോലുള്ള ആപ്പുകൾ പ്രവർത്തിക്കാൻ ഇന്റർനെറ്റ് ആവശ്യമാണ്. ബ്ലൂടൂത്തിന്റെ സഹായത്തോടെയാണ് ബിറ്റ്ചാറ്റിലെ സന്ദേശ കൈമാറ്റ പ്രക്രിയ നടക്കുന്നത്. അതുമാത്രമല്ല, ബിറ്റ്ചാറ്റ് ഉപയോഗിക്കാൻ ഫോൺ നമ്പറുകളോ സെർവറുകളോ ആവശ്യമില്ല. നിലവിലെ ടെസ്റ്റ് ഫ്ലൈറ്റ് പ്ലാറ്റ്ഫോമിൽ ബീറ്റ പരീക്ഷണ ഘട്ടത്തിലാണ് ബിറ്റ്ചാറ്റ്. ഇതിന്റെ വിവരങ്ങൾ ജാക്ക് ഡോർസി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ബ്ലൂടൂത്ത് മെഷ് നെറ്റ്വർക്ക്, റിലേ, സ്റ്റോർ ആൻഡ് ഫോർവേഡ് മോഡൽസ്, മെസ്സേജ് എൻക്രിപ്ഷൻ മോഡലുകൾ ഉൾപ്പെടെയുള്ളവുമായി ബന്ധപ്പെട്ട തന്റെ വാരാന്ത്യ പ്രോജക്റ്റ് എന്ന കുറിപ്പോടെയാണ് ടെസ്റ്റ് ഫ്ലൈറ്റ് ലിങ്കും ഗിറ്റ്ഹബ് ലിങ്കും ഡോർസി പങ്കുവച്ചിരിക്കുന്നത്. ഇന്റർനെറ്റുമായി ബന്ധമില്ലാത്തതിനാൽ ഉപഭോക്താക്കൾക്ക് ബിറ്റ്ചാറ്റ് കൂടുതൽ സ്വകാര്യത നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനു പുറമെ മെസ്സേജുകൾ എൻക്രിപ്റ്റ് ചെയ്യപ്പെടും. ബ്ലൂടൂത്ത് വഴിയാണ് ഒരു ഉപകരണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സന്ദേശങ്ങൾ സഞ്ചരിക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഒരു നെറ്റ്വർക്കിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പാസ്വേഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയ ഗ്രൂപ്പ് ചാറ്റ് ഫീച്ചർ, ഒരു ഉപഭോക്താവ് ഓഫ്ലൈൻ ആണെങ്കിലും സന്ദേശങ്ങൾ അയക്കാനാവുന്ന സ്റ്റോർ ആൻഡ് ഫോർവേഡ് ഫീച്ചർ എന്നിവ ബിറ്റ്ചാറ്റിന്റെ സവിശേഷതകളാണ്. വരും അപ്ഡേറ്റുകളിൽ വൈഫൈ ഡയറക്റ്റ് ഫീച്ചറും ഇതിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവഴി ആപ്പിലൂടെയുള്ള സന്ദേശ കൈമാറ്റം കൂടുതൽ വേഗമുള്ളതാവും. വാട്സാപ്പും ടെലഗ്രാമും ഉപഭോക്താക്കളുടെ ഡേറ്റ വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഉപയോഗിക്കാൻ അക്കൗണ്ട് പോലും നിർമ്മിക്കേണ്ടെന്ന് പറഞ്ഞ് ബിറ്റ്ചാറ്റ് രംഗപ്രവേശം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉപഭോക്താവിന് തന്റെ പേരും ഫോൺ നമ്പറും ഇമെയിലും ഉൾപ്പെടെയുള്ള വ്യക്തിവിവരങ്ങൾ ബിറ്റ്ചാറ്റിന് നൽകേണ്ടി വരില്ല. എന്നാൽ ഇത്തരം ഒരു ആപ്പ് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്.